ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല? ഞാൻ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ആദ്യം തന്നെ പറയട്ടെ, ഇത് കുറേ മുൻപുള്ളൊരു വീഡിയോ ആണ്. അതായത് നമ്മുടെ കൂലി മൂവി ഇറങ്ങിയ സമയത്തുള്ളൊരു വീഡിയോ ആയിരുന്നു. പല പല കാരണങ്ങൾ കൊണ്ട് എനിക്കിത് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് പോട്ടെ, അതിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഞാനതൊരു ഡിസ്ക്ലൈമർ പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ ടോക്സ് വിത്ത് അർച്ചന. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല? ഞാൻ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ മൂവി കാണാൻ പോകുന്നതിൻ്റെ രാവിലെ തന്നെയുള്ള കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഉണ്ടാക്കണമല്ലോ. അപ്പം ഞാനിവിടെ ബേസിക്കലി എൻ്റെ മുൻപത്തെ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്കും അറിയാം, ഞാൻ സ്ഥിരം ഇവിടെ ഉണ്ടാക്കുന്നത് ചപ്പാത്തി അഥവാ ഉപ്മാവ് അഥവാ ചപ്പാത്തി, ഇങ്ങനെ 2 ഐറ്റംസാണ്. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്, ഉപ്മാവാണ്. ഓക്കെ, അപ്പോൾ ഉപ്മാവാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, മീൻസ് ഉള്ളി കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യണമല്ലോ. ഉള്ളിയും അതുപോലെ പച്ചമുളകും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചതിന് ശേഷമല്ലേ. ഓൾറെഡി ചില ആൾക്കാർ റവ വറുത്ത് വയ്ക്കുന്നുണ്ട് മുൻപേ. ഞാൻ അങ്ങനെ മുൻപേ വറുത്ത് വയ്ക്കാറില്ല. ആവശ്യമുള്ളപ്പോൾ അനുസരിച്ച് ഞാൻ കുറച്ച് ഓൾറെഡി കുറച്ച് വറുത്ത് വയ്ക്കും, എന്നിട്ട് അതാണ് ഉപയോഗിക്കുക. ഒറ്റയടിക്ക് ഞാൻ അങ്ങനെ വറുത്ത് വയ്ക്കാറില്ല. അപ്പം 5 കിലോ 4 കിലോ ഒക്കെ വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ വറുത്ത് വെച്ചിട്ട് പിന്നെ അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ വറുത്ത് വെച്ചിട്ട് അത് പെട്ടെന്ന് കേടാവാനും ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. റവ പെട്ടെന്ന് കേടാവുന്ന ഒരു ഐറ്റമാണ്. അല്ലെങ്കിൽ നമ്മളത് അത്രയും എയർ കടക്കാത്ത രീതിയിൽ നല്ല സെക്യൂറായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഒരു ഏകദേശം ഒരു 7 മണിയൊക്കെ ആയ സമയത്താണ് തോന്നുന്നു കേട്ടോ ഞാൻ എഴുന്നേറ്റത്. ആൻഡ് ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. കാര്യം ഷോ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10:30 എങ്ങാനായിരുന്നു. ഫസ്റ്റ് ഷോ തന്നെയാണ് നമ്മൾ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് അല്ല കേട്ടോ, റിലീസായൊരു 2-3 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം മോർണിംഗ് ആയിട്ടുള്ളൊരു ഷോ ആയിരുന്നു. അപ്പം രാവിലെ ബ്രഷൊക്കെ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ. അപ്പം അപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കാണല്ലോ കുറച്ചധികം ടൈം വരിക റെഡി വരാനൊക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ടൈം വൈകരുത്, നേരത്തെ തന്നെ ഇറങ്ങണം. കാര്യം നമ്മളിപ്പോൾ കറൻ്റ് ഉള്ളത് തലോജയിലാണ്. തലോജയിൽ നിന്ന് കാർഗറിലേക്കാണ് നമ്മൾ പോകുന്നത്. കാർഗറിലുള്ള ഒരു തിയേറ്ററിലാണ് നമുക്ക് ഫിലിം വരുന്നത്. ലിറ്റിൽ മാളാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ റീസെൻ്റ്ലി കണ്ടത് ലോകയാണ്. ലോക കാണുന്നതിൻ്റെ മുൻപെയാണ് നമ്മൾ കൂലി മൂവി കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൺ ടൈമിൽ, അതായത് നമുക്ക് ഇവിടുന്ന് 20 മിനിറ്റ്സേ ഉള്ളൂ. ബൈക്ക് പോവുകയാണെങ്കിൽ 20-25, ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു 25 മിനിറ്റ് കൊണ്ടെത്തും. കാര്യം നമുക്ക് നിയർ ബൈ പ്ലേസ് വരുന്നത് കാർഗറാണ്. മെട്രോയിൽ കൂടെയും നമുക്ക് പോകാൻ പറ്റും. മെട്രോ ആക്സസിബിൾ ആണ്. ട്രാൻസ്പോർട്ടേഷൻ വൈസ് നോക്കുന്ന സമയത്ത് നമുക്ക് മെട്രോ വഴി പോകാനായിട്ട് സാധിക്കും. കാർഗർ വില്ലേജ് ഇറങ്ങാം. കാർഗർ വില്ലേജ് അല്ലെങ്കിൽ ബേൽപ്പാട ഇറങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ മെട്രോ പോവുകയാണെങ്കിൽ. ഓക്കെ, ഞാനതിനകത്തൊക്കെ പറയുന്നത് എന്നാലും ഇരിക്കട്ടെ. അപ്പം നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. അപ്പം പോകുന്ന വഴിക്കുള്ള 1-2 ഷോർട്സ്, ഒന്നാമത് മഴയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മുടെ തിയേറ്റർ കണ്ടില്ലേ ആ കൂക്കൽ. ഇതിൽ മെയിൻ കുക്കിവിളി ആരതാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് അപ്പൂൻ്റെ തന്നെയാണ് കേട്ടോ. സോ അവന് സിനിമ കാണുന്നതിനെക്കാട്ടിലും ഭയങ്കര നിർബന്ധമാണ് ടൈറ്റിൽ കാർഡ് മിസ് ചെയ്യരുത് എന്നുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, ടൈറ്റിൽ കാർഡ് മിസ്സാവാനേ പോകുന്നില്ല. അതിപ്പോൾ വിജയൻ്റെ എങ്ങനെയാണെങ്കിൽ പറയേ വേണ്ട, ഒരു 10 മിനിറ്റ് മുൻപേ എങ്ങനെ അവിടെ എത്തിയിരിക്കണം. അങ്ങനെയാണ്. അപ്പോൾ ടൈറ്റിൽ കാർഡ് മിസ് ചെയ്യില്ല. അപ്പോൾ വിജയൻ്റെ ആണെങ്കിലും നമ്മുടെ തലവരുടെ ആണെങ്കിലും ആരെയാണെങ്കിലും ടൈറ്റിൽ കാർഡ് മിസ് ചെയ്യാനേ പറ്റില്ല. സോ നേരത്തെ നമ്മൾ എത്തിയിട്ടുണ്ടായി അവിടെ. അങ്ങനെ നമ്മൾ അവൻ്റെ നക്ഷത്രം വെച്ചിട്ടാണ് നമ്മൾ നാളെ അല്ലെങ്കിൽ നക്ഷത്രം വെച്ചിട്ട് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. സോ കൂലി മൂവി റിലീസ് ചെയ്ത അന്ന് തന്നെയായിരുന്നു അപ്പൂൻ്റെ നക്ഷത്രം വെച്ചിട്ടുള്ള ബർത്ത്ഡേ. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു സദ്യ കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ കാർഗറിലുള്ള കൈരളി ഹോട്ടലിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നല്ല പ്ലേസ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായിട്ടുള്ള ആംബിയൻസും ഒക്കെയാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഒരു 12:30 ആയ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ ഫുഡ് വന്നു. അവൻ നോൺ വെജ് സദ്യയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ നോൺ വെജ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന എക്സ്പ്രഷൻ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ മുട്ട ബിരിയാണി ആയിരുന്നു പറഞ്ഞത്. രണ്ടും കുഴപ്പമില്ലാത്ത ഫുഡാണ്. ഭയങ്കര ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഓക്കെ ഇവിടാണ്. ആൻഡ് അവിടുത്തെ അടപ്രഥമൻ പായസം ഇത് മസ്റ്റ് ട്രൈ ആയിട്ടാണ്. കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ യൂഷ്വലി പാൽ യൂസ് ചെയ്തിട്ടുള്ള പായസത്തിനെക്കാട്ടിലും എനിക്ക് ശർക്കര യൂസ് ചെയ്തിട്ടുള്ള പായസമാണ് ഇഷ്ടം. ഫോർ എക്സാമ്പിൾ അടപ്രഥമൻ, അങ്ങനത്തെ പരിപ്പ് പായസമൊക്കെ. അപ്പോൾ അവിടുത്തെ പായസം ഭയങ്കര കിടുവായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ നാൾ കൊണ്ട് കുടിക്കുന്നത് കൊണ്ടാണോ വട്ടെവർ ആയി ഡോണ്ട് നോ, ഭയങ്കര ടേസ്റ്റായി തോന്നി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ട് പാഴ്സലായിരുന്നു കേട്ടോ ഞാൻ പായസം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിലെത്തിയിട്ടാണ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുടിച്ചില്ല, അവന് സ്വീറ്റ്സ് ഐറ്റം ഒന്നും ഇഷ്ടമല്ല. സോ നമ്മളത് കഴിഞ്ഞ് പായസമൊക്കെ കുടിച്ച്
നമ്മുടെ ടെറസിൻ്റെ മുകളിലൊന്ന് പോയി നോക്കിയതാണ്. അവിടുന്ന് നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് പോയതായിരുന്നു. അപ്പം ചെറുങ്ങനെ ചാറ്റൽ മഴ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എന്താ ഇങ്ങനൊരു ഫ്രെയിമിൽ വരുന്നത് നിങ്ങൾ ചിന്തിച്ചാൽ എന്താണെന്നറിയോ, ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ ആക്ച്വലി റീൽസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഫോർമാറ്റിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണിതിങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടെന്നറിയാം. ബട്ട് എന്ത് ചെയ്യാനാ, ഈ ഒരു വീഡിയോ എങ്കിലും പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. സോ പ്ലീസ് ഫോർഗീവ് മീ ഫോർ ദിസ് ഒരു അഭംഗിയുള്ള ഒരു ഫോർമാറ്റിനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ റൂമിലെത്തി. എനിക്ക് കുറച്ച് വാഷൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, ക്ലോത്ത്സ് കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വാഷ് ചെയ്ത് ഇങ്ങനത്തെ ഒരു ബാൽക്കണി സെക്ഷൻ ഉണ്ട്, അതിൽ അയൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അയൽ ഞാനിങ്ങനെ ആറിയിടുകയാണ്. നമ്മൾ പേരാമ്പ്രക്കാർ ആറിയിടുക എന്നാണ് പറയുക. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്താ പറയുകയെന്നറിയാം, തോറിയിടുക, ആറിയിടുക എന്നൊക്കെ പറയുമായിരിക്കും. ഞങ്ങൾ പേരാമ്പ്രക്കാർ യൂഷ്വലി പറയുന്നത് ആറിയിടുക എന്നാണ് പറയുക, അയലുമേൽ ആറിയിടുക എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കില്ല ഇവളെന്തായി പറയുന്നത്, മീൻസ് ഡ്രസ്സ് ഇങ്ങനെ എന്താ പറയുക ആറിയിടുന്നു, ഡ്രസ്സ് ആറിയിടുന്നു എന്നൊക്കെ. എന്നെ കാണുന്ന വ്യൂവേഴ്സ് എന്നെ ആട്ടിപ്പായിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ അത് ചെയ്യുമായിരുന്നു വാഷ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു ബാൽക്കണി സെറ്റപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇത് ചെയ്യാം. ഓൾറെഡി ഈ കയറ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ ഉള്ളതായിരുന്നു കേട്ടോ, നമ്മൾ വാങ്ങി ചെയ്തൊന്നൊന്നുമല്ല, സെറ്റ് ചെയ്യുന്നതല്ല, ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ കുറച്ചധികം ഡ്രസ്സ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഓൾമോസ്റ്റ് വാഷ് ചെയ്ത് ഇവിടെ ഇങ്ങനെ, ഇപ്പോൾ മഴയായതുകൊണ്ട് ഉണങ്ങി കിട്ടാൻ വലിയ പാടാണ്. എന്താണെന്ന് വെച്ചാൽ വെയിലില്ലല്ലോ, ഫുൾ ടൈം ഇങ്ങനെ മഴ ആയതുകൊണ്ട് കുറേ ടൈം എടുക്കും ഡ്രസ്സൊക്കെ ഒന്ന് ഉണക്കി കിട്ടാനായിട്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഈ സൈഡിലാണെങ്കിൽ അത് ഈ തലോജ ഏരിയയിലാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര മഴയൊന്നും ഇല്ലെങ്കിലും ചാറ്റൽ മഴയാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം എൻ്റെ ഒരു വീഡിയോ ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഇനിയിപ്പം കൂടിപ്പോയാൽ ഒരു 1 മിനിറ്റ് കൂടി ഉണ്ടാവുള്ളൂ. വലിയ കാര്യത്തിൽ ഞാൻ ഡയലോഗ് അടിച്ചതാണ്, ഇനി എന്തായാലും ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നൊക്കെ എന്നൊക്കെ ഞാനത് പറയുന്നു. അന്നൊന്നും എനിക്ക് ഡെയിലി വീഡിയോ ഇടാൻ പറ്റാറില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജോലി കാര്യങ്ങളൊക്കെ വർക്ക് ഫ്രം ഹോം ബേസ്ഡായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒട്ടും സമയം കിട്ടാറില്ല. ഞാൻ വിചാരിച്ചത് വർക്ക് ഫ്രം ഹോം ആവുന്ന സമയത്ത് എനിക്ക് എങ്ങനെ പോയാലും ഡെയിലി വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും, കുറേ ടൈം വെറുതെ കിട്ടും. ഒക്കെ വെറുതെയാണ്, ഓരോ ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്ന പോലെ. ഇപ്പം പല ആൾക്കാരുടെ ഒരു ചിന്തയാണ് വർക്ക് ഫ്രം ഹോം ആവുന്ന സമയത്ത് നല്ല സുഖമാണ്, വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നാൽ മതിയെന്ന്. വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആൾക്കാർക്കറിയാം അവർ കടന്നു പോകുന്ന മാനസികാവസ്ഥ ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. കാര്യം നമ്മൾ മറ്റു ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മളെ മെയില് കാര്യങ്ങളൊക്കെ അനങ്ങുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, നമ്മൾ ഒരു സ്ഥലത്ത് തന്നെയുള്ള ഇരുന്നുള്ള പണിയാണ്. സോ അതിൻ്റേതായിട്ടുള്ള മെൻ്റൽ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ അല്ലെങ്കിൽ കുറച്ച് വൈകിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ.